വെൽക്കം ബാക്ക് ടു ഈസി ഇംഗ്ലീഷ്. +2 ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ലാസ്റ്റ് ലെസണാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ്. ഇനി മറ്റേതെങ്കിലും ലെസണാണ് നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ പ്ലേലിസ്റ്റ് സെക്ഷൻ വിസിറ്റ് ചെയ്താൽ മതി. 1ാം ക്ലാസ് തൊട്ട് +2 വരെയുള്ള എല്ലാ ക്ലാസ്സുകളിലെയും ഇംഗ്ലീഷ് ലെസൺസ് ഈ ചാനലിൽ ലഭ്യമാണ്. അപ്പോൾ ഇത് എഴുതിയിട്ടുള്ളത് R.K. നാരായണാണ്, ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് എന്ന ഈ ഒരു ഷോർട്ട് സ്റ്റോറി. അപ്പോൾ ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഷോർട്ട് സ്റ്റോറിയാണ്. അപ്പോൾ ഇദ്ദേഹത്തിനെ കുറിച്ച് നമുക്കൊന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം. R.K. നാരായൺ 1906 ജനിച്ചു, 2001 മരണപ്പെട്ടത്. ഈസ് വൺ ഓഫ് ദ വൈഡ്ലി റെഡ് ഇന്ത്യൻ റൈറ്റേഴ്സ് ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൽ എഴുതുന്ന ഇന്ത്യക്കാരായ എഴുത്തുകാരിൽ വളരെയധികം വായിക്കപ്പെടുന്ന ഒരു എഴുത്തുകാരാണ് R.K. നാരായൺ. ഹി വാസ് ബോൺ ഇൻ ചെന്നൈ ആൻഡ് എഡ്യൂക്കേറ്റഡ് അറ്റ് മൈസൂർ. ചെന്നൈയിൽ ജനിച്ചു, മൈസൂരിൽ പഠനവും ചെയ്ത വ്യക്തിയായിരുന്നു. ഹിസ് നോവൽസ് ആൻഡ് സ്റ്റോറീസ് ആർ സെറ്റ് ഇൻ ആൻ ഇമാജിനറി സൗത്ത് ഇന്ത്യൻ ടൗൺ മാൽഗുഡി. ഇദ്ദേഹത്തിൻ്റെ കഥകളിലെ സെറ്റിംഗ്, അതായത് കഥ നടക്കുന്നതൊക്കെ മാൽഗുഡി എന്ന പ്രദേശത്തായിരിക്കും. ജനറലി മാൽഗുഡി എന്നൊരു സ്ഥലം ഫിക്ഷണൽ പ്ലേസ് ആണ്, യഥാർത്ഥത്തിലില്ല. അങ്ങനൊരു പ്ലേസ് ഇന്ത്യയിലില്ല, എവിടെയുമില്ല. അപ്പോൾ ഈ കഥയിൽ പറഞ്ഞ പ്രകാരം അത് സൗത്ത് ഇന്ത്യയിലൊരു സ്ഥലമായിട്ടാണ് പറയപ്പെടുന്നത്. മിക്ക കഥകളിലും മാൽഗുഡി ആയിരിക്കും സ്ഥലം. അപ്പോൾ മാൽഗുഡി എന്ന പേര് കേട്ടാൽ നമ്മൾ ആദ്യം R.K. നാരായണനെ ഓർക്കണം. ഹിസ് സ്റ്റോറീസ് ആർ നോട്ടഡ് ഫോർ ദെയർ irony, subtle humor, romance, energy of life and freshness of themes ഫ്രം എവറി ഡേ ലൈഫ്. ഇദ്ദേഹത്തിൻ്റെ സ്റ്റോറീസിൻ്റെ പ്രത്യേകത എന്താണ്? അതിൽ ഐറണി ഉണ്ടാവും. ഐറണി പല ടൈപ്പ് ഐറണി ഉണ്ട്. അതായത് ഒന്ന് പറയുക, മറ്റൊന്ന് അർത്ഥമാക്കുക, അല്ലെങ്കിൽ സിറ്റുവേഷൻ ഐറണി, നമ്മൾ ഓഡിയൻസ് എക്സ്പെക്ട് ചെയ്യുന്നതിൽ വിപരീതമായി സംഭവിക്കുക, അതൊക്കെ ഐറണി എന്ന് പറയും. അതുപോലെ തന്നെ സറ്റിൽ ഹ്യൂമർ, വളരെ നല്ല ഹ്യൂമർ, സൂക്ഷ്മമായ ഹ്യൂമർ ഉണ്ട്, റൊമാൻസ് ഉണ്ട്, ലൈഫിന് എനർജി എല്ലാം ഇതിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഫ്രഷ്നസ് ഓഫ് തീംസ് ഫ്രം എവറി ഡേ ലൈഫ്, നമ്മുടെ കോമൺനെസ് കാണാൻ പറ്റും, സാധാരണക്കാരുടെ കാര്യങ്ങളാണ് ഇതിലുണ്ടാവുക. ഹി റൈറ്റ്സ് വിത്ത് എക്സ്ട്രീം സിംപ്ലിസിറ്റി അബൌട്ട് ദ ലൈവ്സ് ആൻഡ് ആസ്പിറേഷൻസ് ഓഫ് ദി ആവറേജ് മിഡിൽ ആൻഡ് ലോവർ ക്ലാസ് ഇന്ത്യൻസ്. മിഡിൽ ക്ലാസ് ആയിട്ടുള്ള, അതുപോലെ തന്നെ ലോ ക്ലാസ് ആയിട്ടുള്ള സാധാരണക്കാരെ ഇന്ത്യക്കാരുടെ താല്പര്യങ്ങൾ, ആഗ്രഹങ്ങൾ, ആസ്പിറേഷൻസ്, ആഗ്രഹങ്ങൾ, അതുപോലെ തന്നെ ജീവിതം, അതൊക്കെയാണ് പ്രമേയമായിട്ട് ഇദ്ദേഹത്തിൻ്റെ കഥകളിൽ ഉണ്ടാവാറുള്ളത്. A Horse and Two Gods, Malgudi Days and Under the Banyan Trees are collections of short stories, almost as well known as his novels, essays and memoir. Memoir means ഓർമ്മക്കുറിപ്പുകൾ, essays of the novels പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ നോവൽസ്, മെമ്മോ, ഓർമ്മക്കുറിപ്പുകൾ, എസ്സേസ് പോലെ തന്നെ ഫേമസ് ആണ് മുകളിൽ പറഞ്ഞ ഈ ഷോർട്ട് സ്റ്റോറി കളക്ഷൻസും. The humor and sarcasm means പരിഹാസം. The humor and sarcasm in the story Crime and Punishment lies in the crime that the teacher committed, hitting the boy on his cheek കവിൾ, and the punishment dancing to the boy's tune to avoid the parents' wrath. Wrath means കോപം. ഇവിടെ എന്താണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് എന്ന ഷോർട്ട് സ്റ്റോറിയിൽ പറയുന്നത്? ഇതിൽ ഹ്യൂമർ ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ഇതിന് കഥ വളരെ ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ, ഒരു അധ്യാപകൻ, അദ്ദേഹം സാമ്പത്തികമായിട്ട് വളരെ ഞെരുക്കത്തിലാണ്. അദ്ദേഹം സ്കൂളിലെ ടീച്ചിങ്ങിന് പുറമെ ട്യൂഷൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ വികൃതിയായിട്ടുള്ള കുട്ടി, ഈ കുട്ടിയെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അടിക്കേണ്ടതായിട്ട് വരുന്നു അധ്യാപകന്. അപ്പോൾ അത് അടിക്കുന്ന നേരെ മുഖത്താണ്. അപ്പോൾ ഈ കുട്ടി അത് നേരെ പാരൻസിനോട് കംപ്ലയിൻറ്റ് ചെയ്യും. അത് ഈ അധ്യാപകന് ക്ഷീണമാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ, ആ കുട്ടി അങ്ങനെ കംപ്ലയിൻറ്റ് ചെയ്യുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ബോയിയുടെ താളത്തിനൊത്ത് തുള്ളുക, ഡാൻസ് ടു ദ ബോയ്സ് ട്യൂൺ ആണ്, താളത്തിനൊന്ന് തുള്ളുന്ന കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കാണുന്നത് ഈ സ്റ്റോറിയിൽ. അപ്പോൾ ഇതിലെ തമാശയും അങ്ങനെ തന്നെയാണ് വരുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. കുട്ടി ചെറിയ കുട്ടിയാണ് കേട്ടോ, നോക്കാം. അപ്പോൾ ഏറ്റവും മുകളിൽ കൊടുത്തിരിക്കുന്ന ഭാഗം വായിക്കുന്നു. അഡ്ജസ്റ്റ്മെൻറ്റ് ആൻഡ് റീകൺസിലേഷൻ ആർ ലൂബ്രിക്കൻസ് വിച്ച് ഹെൽപ്പ് ലൈഫ് റൺ സ്മൂത്ത്. അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ അനുരഞ്ജനം, പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോവുക, അതാണ് റീകൺസിലേഷൻ. അതൊക്കെ എന്താണ്? ആർ ലൂബ്രിക്കൻസ് ആണ് ആ ഫ്രിക്ഷൻ ഇല്ലാതാക്കുന്നത്. അതായത് ഇപ്പോൾ ഓയിലൊക്കെ ലൂബ്രിക്കൻ്റ് ആണല്ലോ, അതുപോലെ തന്നെ ഒരു ഓയിലാണ്. വിച്ച് ഹെൽപ്പ് ലൈഫ് റൺ സ്മൂത്ത്, അത് ജീവിതത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു. കാരണം അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാകുമ്പോഴേ ലൈഫ് സ്മൂത്ത് ആവുകയുള്ളൂ എന്ന്. ടു എസ്റ്റാബ്ലിഷ് എ റാപ്പോ വിത്ത് അതേഴ്സ്. റാപ്പോ എന്ന് പറഞ്ഞാൽ നല്ല ബന്ധം. We should respect the feelings of others and be ready to sacrifice certain personal interests. സാക്രിഫൈസ് എന്ന് പറഞ്ഞാൽ ത്യാഗം ചെയ്യുക, ഒഴിവാക്കുക. ഓക്കെ, അതായത് നല്ല റാപ്പോ, ബന്ധം മറ്റുള്ളവരുമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യണം, അവരുടെ ഫീലിങ്സിനെ ബഹുമാനിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചില താല്പര്യങ്ങളൊക്കെ കുറച്ച് കുറഞ്ഞു കൊടുക്കുകയും വേണ്ടി വരും. അറ്റ് ടൈംസ് വി മേ ബി ലാഫ്ഡ് അറ്റ്, ചില സമയങ്ങളിൽ നമ്മൾ പരിഹസിക്കപ്പെടും. ബട്ട് സ്റ്റിൽ, എന്നാലും വി ക്യാൻ അറ്റംപ്റ്റ് ടു ചേഞ്ച് ദ വേ ഓഫ് ദ വേൾഡ്.
നമുക്ക് പല രീതികളും മാറ്റാൻ പറ്റും. നൗ റീഡ് ഓൺ. ഇനി വായിക്കും. ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ്, കുറ്റവും അതിൻ്റെ പണിഷ്മെൻറ്റ്, ശിക്ഷയും. ആർ.കെ. നാരായൺ. അപ്പോൾ നമ്മൾ നേരെ ഈ കുട്ടിയുടെ വീട്ടിലാണ് കേട്ടോ. വീട്ടിൻ്റെ ഒരു ഭാഗത്ത് ക്ലാസ് നടക്കുകയാണ്. അധ്യാപകന് ചോദ്യം ചോദിക്കുന്നു. കുട്ടി മനഃപൂർവ്വത്തിന് തെറ്റു പറയുന്നു. അധ്യാപകന് ദേഷ്യം വരുന്നു, അടിക്കുന്നു. അതാണ് തുടക്കം തന്നെ നമുക്ക് കാണാം. വാട്ട് ഈസ് 16 and 3 മൾട്ടിപ്ലൈഡ്? 16 × 3 എത്രയാണെന്നാണ് ചോദ്യം. 16 × 3 എത്രയാണ് എന്ന് അധ്യാപകൻ ചോദിക്കുന്നു. ആസ് ദ ടീച്ചർ, ടീച്ചർ ചോദിച്ചു. ദ ബോയ് ബ്ലിങ്ക്ഡ്, ബോയ് എന്ത് ചെയ്തു? ഒന്നിങ്ങനെ കണ്ണടച്ച് കാണിച്ചു. ദ ടീച്ചർ പെർസിസ്റ്റഡ്, ടീച്ചർ വീണ്ടും ചോദിച്ചു. ആൻഡ് ദ ബോയ് പ്രോംപ്റ്റ്ലി ആൻസേർഡ്. പ്രോംപ്റ്റ്ലി മീൻസ് ഇമ്മീഡിയറ്റ്ലി, ഉടനെ തന്നെ ആൻസർ ചെയ്ത് ഉത്തരം പറഞ്ഞു. കുട്ടി ബോധപൂർവം തെറ്റിച്ച് പറയുന്നു. 24 അറിഞ്ഞിട്ടല്ല, അവൻ തെറ്റിച്ച് പറയുന്നു. 24 എന്ന് പറയുന്നു. വിത്ത് ആസ് ഇറ്റ് സീംഡ് ടു ദ ടീച്ചർ എ വിക്കഡ് സ്മൈൽ ഓൺ ഹിസ് ലിപ്സ്. അപ്പം ഇവൻ മുഖത്തൊരു പുഞ്ചിരിയൊക്കെ വെച്ചുകൊണ്ടാണ് പറയുന്നത്. പക്ഷേ അതൊരു ക്രൂരമായ പുഞ്ചിരിയായിട്ട്, ഒരു ക്രൂരമായ പുഞ്ചിരിയായിട്ടാണ് ടീച്ചർ കാണുന്നത്. ദ ബോയ് എവിഡൻ്റ്ലി വാസ് ട്രൈങ് ടു ഫൂൾ ഹിം ആൻഡ് വാസ് ബീങ് കോൺട്രറി ഓൺ പേർപ്പസ്. ബോയ് ഇവിടെ എന്താ ചെയ്യുന്നത്? മനഃപൂർവ്വം 24 എന്ന് പറയുന്നതിലൂടെ, തെറ്റായിട്ട് ഉത്തരം പറയുന്നതിലൂടെ ബോയ് എവിഡൻ്റ്ലി വാസ് ട്രൈങ് ടു ഫൂൾ ഹിം, ഈ അധ്യാപകനെ വിഡ്ഢിയാക്കുകയാണ്, കളിയാക്കുകയാണ്. ആൻഡ് വാസ് ബീങ് കോൺട്രറി ഓൺ പേർപ്പസ്, മനഃപൂർവ്വമാണ് ഇത് പറയുന്നത്. കോൺട്രറി ഓൺ പേർപ്പസ്, ബോധപൂർവമാണ് ഇങ്ങനെ തെറ്റായിട്ട് പറയുന്നത്. ഹി ഹാഡ് കറക്റ്റഡ് ദിസ് എറർ റിപ്പീറ്റഡ്ലി. ടീച്ചറാണെങ്കിൽ ഈ തെറ്റ് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് കറക്റ്റ് ചെയ്തിട്ടുണ്ടോ. ആൻഡ് നൗ ദ ബോയ് പെർസിസ്റ്റഡ് ഇൻ സെയിങ് 24. എന്നാൽ ബോയ് പെർസിസ്റ്റ് ചെയ്യാണ്, നിരന്തരം ഇതേ ഉത്തരം തന്നെ തെറ്റായിക്കൊണ്ട് പറയാണ്. ആൻഡ് നൗ ദ ബോയ് പെർസിസ്റ്റഡ് ഇൻ സെയിങ് 24. How could this fellow be made to obtain 50 in the class test and go up by double promotion to the first form? എങ്ങനെയാണ് ഈ അധ്യാപകന് കഴിയുക ഇവന് ഈ ചെക്കന് 50% മാർക്ക് വാങ്ങിച്ചു കൊടുക്കാൻ, എന്നിട്ട് ഡബിൾ പ്രൊമോഷൻ? ഒരു ഡബിൾ പ്രൊമോഷൻ 2 ക്ലാസ് മാറി, എന്താണ്, അതായത് ഒരു ക്ലാസ് പഠിക്കാതെ അടുത്ത ക്ലാസ്സിലേക്ക് നേരെ പോവുക. ഇപ്പോൾ 1ാം ക്ലാസ് ആണെങ്കിൽ 2 പഠിക്കാതെ 3ലേക്ക് പോവാം, 3ആണെങ്കിൽ 4 പഠിക്കാതെ 5ലേക്ക് പോവാം. അങ്ങനെ പോകാൻ എങ്ങനെ ഇവന് കഴിയും? അപ്പോൾ പാരൻസ് അങ്ങനെയാണ്. ഒരു പക്ഷേ വയസ്സധികം ഉണ്ടാവും, ആ ക്ലാസ് പഠിക്കുന്നതിനേക്കാൾ വയസ്സുണ്ടാവും. അപ്പോൾ ഒരു ഡബിൾ പ്രൊമോഷൻ അത്യാവശ്യം പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അങ്ങനെ കൊടുക്കാറുണ്ട്. അങ്ങനെ എങ്ങനെ ചെയ്യാൻ കഴിയും എന്നൊക്കെയാണ് ഈ അധ്യാപകൻ്റെ ആകുലതകൾ. ആസ് ഹിസ് പാരൻസ് ഫോണ്ട്ലി ഹോപ്ഡ്, അവൻ്റെ പാരൻസ് അത് വളരെ ഫോണ്ട്ലി ഹോപ്ഡ്, പ്രതീക്ഷിക്കുകയാണ്, വളരെ സ്നേഹത്തോടെ പ്രതീക്ഷിക്കുകയാണ് ഇവന് ഡബിൾ പ്രൊമോഷൻ കിട്ടുമെന്ന്. പക്ഷേ ഇതെങ്ങനെ അധ്യാപകൻ നേടി കൊടുക്കാൻ കഴിയും? അറ്റ് ദ മെൻഷൻ ഓഫ് 24 ദ ടീച്ചർ ഫെൽറ്റ് ഹിസ് ബ്ലഡ് റഷിങ് ടു ഹിസ് ഹെഡ്. ഇപ്പോൾ 24 എന്ന് കേട്ടപ്പം ടീച്ചറിന് ഫീൽ ചെയ്യാണ്, എന്താണ്, അയാളുടെ രക്തം, ബ്ലഡ് റഷിങ് ടു ഹിസ് ഹെഡ്, തലയിലേക്ക് രക്തം ഇരച്ചു കയറുന്ന പോലെ ദേഷ്യം കൊണ്ട് അയാൾ കരുതുകയാണ്. ഹി കൺട്രോൾഡ് ഹിംസെൽഫ്. അങ്ങനെയൊക്കെയാണെങ്കിൽ ദേഷ്യം എന്തെങ്കിലും ഈ ടീച്ചർ എന്ത് ചെയ്തു? അത് കൺട്രോൾ ചെയ്തു. ആൻഡ് ആസ്ക്ഡ് അഗെയിൻ, വീണ്ടും ചോദിച്ചു. ഹൗ മച്ച്, എത്ര? ആസ് എ ലാസ്റ്റ് ചാൻസ് വെൻ ദ ബോയ് ഒബ്സ്റ്റിനേറ്റ്ലി സെഡ് ദ സെയിം. ഒബ്സ്റ്റിനേറ്റ്ലി എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ ദുർവാശിയോടെ വീണ്ടും അതേ ആൻസർ തന്നെ പറയുന്നു. He felt as if his finger were releasing the trigger. ഈ സമയത്ത് അധ്യാപകന് എന്താ തോന്നുന്നത്? തോക്കിൻ്റെ ആ ഒരു കാഞ്ചിയിൽ നിന്ന് തൻ്റെ വിരലിങ്ങനെ എടുക്കുന്ന പോലെ അത്രയും ദേഷ്യമാണ്. ഒന്ന് പൊട്ടിക്കാൻ തോന്നുകയാണ്, അതാണ് ഉദ്ദേശിച്ചത്. ഒന്നങ്ങോട്ട് പൊട്ടിക്കാൻ തോന്നുകയാണ് ഇവന്. പക്ഷേ ഒരു എന്താണ്, അത്രയും അധികം ദേഷ്യം ഇങ്ങനെ അധ്യാപകന് വരികയാണ്. അപ്പോൾ അധ്യാപകൻ തോന്നുകയാണ് തൻ്റെ വിരലുകൾ ഇങ്ങനെ ഒരു ട്രിഗറിൽ നിന്നും റിലീസ് ചെയ്യുന്ന പോലെ തോന്നുകയാണ്. ഹി റീച്ച്ഡ് അക്രോസ് ദ ടേബിൾ. ബോയ്ക്ക് ഇരിക്കാനൊരു പ്രത്യേകം ടേബിളുണ്ട്, അതുപോലെ തന്നെ ചെയറുണ്ട്, അതിനടുത്തേക്ക് വരുന്നു. ആൻഡ് ഡെലിവേർഡ് എ ഹോൾസം സ്ലാപ്പ് ഓൺ ദ യങ്സ്റ്റേഴ്സ് ചീക്ക്. കവിളിൽ നോക്കിയിട്ട് നല്ലൊരു അടി, അതാണ് ഹോൾസം സ്ലാപ്പ്, നല്ലൊരു അടി അങ്ങ് കൊടുത്തു. ദ ബോയ് ഗേസ്ഡ് അറ്റ് ഹിം വിത്ത് ഫോർ എ മൊമെൻറ്റ് ആൻഡ് ദെൻ ബേസ്റ്റ് ഇൻ ടു ടിയേഴ്സ്. അപ്പോൾ ഒന്ന് അമാന്തിച്ചു, ഒന്ന് അന്താളിച്ചുകൊണ്ട് കുട്ടി അധ്യാപകൻ ഒന്നും നോക്കി. എന്നിട്ടോ ബേസ്റ്റ് ഇൻ ടു ടിയേഴ്സ്, പൊട്ടി അങ്ങോട്ട് കരഞ്ഞു. കാരണം ചെറിയ കുട്ടിയല്ലേ, ചെറിയ ആളാണെങ്കിൽ വലിയ ആണെങ്കിലും ഇങ്ങനെ അപ്രതീക്ഷിതമായിട്ട് അടിയിട്ടിപ്പോൾ അങ്ങോട്ട് കരഞ്ഞു. ദ ടീച്ചർ നൗ റീഗെയിൻഡ് ഹിസ് നോർമൽ വിഷൻ. അപ്പോൾ അതുവരെ ദേഷ്യത്തിൽ തളച്ചിരിക്കുന്ന സമയത്ത് അങ്ങോട്ട് പൊട്ടിച്ചാണ് അവൻ്റെ മുഖത്ത്. പെട്ടെന്ന് ഇവൻ കരഞ്ഞപ്പോൾ എന്താണ്, ബോധം വന്നു ടീച്ചറിന്. ഫെൽറ്റ് അപ്പോൾഡ് ബൈ ഹിസ് ഓൺ ആക്ഷൻ. അപ്പോൾഡ് എന്ന് പറഞ്ഞാൽ ഡിസ്മേഡ്, നിരാശപ്പെട്ടു. ബൈ ഹിസ് ഓൺ ആക്ഷൻ, ടീച്ചറിന് പിന്നെ വേണ്ടില്ല എന്ന് തോന്നി, അങ്ങനെ തല്ലേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. ആൻഡ് ബെഗ്ഡ് ഫ്രാങ്ക്റ്റിക്കലി, ബെഗ്ഡ് അപേക്ഷിച്ചു,
കുട്ടിയോട്. ഡോണ്ട് ക്രൈ ലിറ്റിൽ ഫെല്ലോ, യു മസിൻ, അയ്യോ കരയില്ല മോനെ എന്ന് പറഞ്ഞ് ഇവനെ ഒന്നിങ്ങനെ സൂപ്പിടാൻ നോക്കി. ഐ വിൽ ടെൽ ദം, സോബ്ഡ് ദ ബോയ്. അപ്പോൾ കുട്ടി എന്താ പറഞ്ഞത്, ഞാൻ അവരോട് പറയും. അവരോട് പറയുമെന്ന് പറഞ്ഞാൽ പാരൻസിനോട് പറയും എന്നാണ്. സോബ്ഡ് ദ ബോയ്, ഏങ്ങി കരഞ്ഞു. ഓ നോ നോ നോ, അപ്പീൽഡ് ദ ടീച്ചർ, നോ 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 എന്ന് പറയാം. ഹി ലുക്ക്ഡ് അബൌട്ട് കോഷ്യസ്ലി. ലുക്ക്ഡ് അബൌട്ട് മീൻസ് ലുക്ക്ഡ് അറൗണ്ട് കോഷ്യസ്ലി, ശ്രദ്ധയോടെ ചുറ്റും നോക്കി. ഫോർച്ചുനേറ്റ്ലി, ഭാഗ്യവശാൽ, ദിസ് നഴ്സറി വാസ് അറ്റ് എ ലിറ്റിൽ ഡിസ്റ്റൻസ് ഫ്രം ദ മെയിൻ ബിൽഡിംഗ്. വീടിൻ്റെ മെയിൻ ബിൽഡിംഗിൽ നിന്നും കുറച്ച് അപ്പുറത്താണ് ലിറ്റിൽ നഴ്സറി. ഇവർ അത്യാവശ്യം റിച്ചായ ഫാമിലിയാണ്, ഇവനെല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ടാവും. നമുക്കിങ്ങനെ കഥ മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇവനെ പഠിപ്പിക്കുന്ന ഈ നഴ്സറി ഒരല്പം അകലെയാണ് വീട്ടിൽ നിന്ന്. സോ അതുകൊണ്ട് ഈ അടിച്ചൊന്നും അങ്ങോട്ട് കേൾക്കില്ല, ഇവൻ്റെ കരച്ചിലും കേൾക്കില്ല. ഐ വിൽ ടെൽ മൈ മദർ സെഡ് ദ ബോയ്, ഞാൻ എൻ്റെ അമ്മയോട് പറയുമെന്ന് ചെക്കൻ ഭീഷണിപ്പെടുത്തി. ഹിസ് പാരൻസ് സെഡ് വൺസ് ദാറ്റ് ദ ബോയ് വാസ് എ ലിറ്റിൽ ഏഞ്ചൽ, ഓൾ ഡിംപിൾസ്, സ്മൈൽസ് ആൻഡ് സ്വീറ്റ്നെസ്. അപ്പോൾ ഇവൻ ഈ ബോയുടെ പാരൻസിൻ്റെ പ്രത്യേകത, അവർ ഭയങ്കര സൈക്കോളജിക്കലായിട്ട് കാര്യങ്ങൾ സമീപിക്കുന്നവരാണ്. പ്രത്യേകിച്ച് കുട്ടിയെ തല്ലാൻ പാടില്ല, വഴക്ക് പറയരുത്, പിന്നെ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എന്നും ടീച്ചറിന് ഇങ്ങനെ ക്ലാസ് കൊടുക്കും. അപ്പോൾ ഇവൻ്റെ പാരൻസ് അഭിപ്രായത്തിൽ ഈ ബോയ് എന്താ, ഒരു ലിറ്റിൽ ഏഞ്ചൽ, ഒരു കൊച്ചു മാലാഖയാണെന്നാണ് അവർ പറയാറുള്ളത്. ഓൾ ഡിംപിൾസ്, മുഖത്തെ നുണക്കുഴി. ഡിംപിൾസ് എന്ന് പറഞ്ഞാൽ നുണക്കുഴികളാണ്. നുണക്കുഴികളുണ്ട് കണ്ടോ. സ്മൈൽസ്, ആ കുട്ടിയുടെ സ്മൈൽസ്. ആൻഡ് സ്വീറ്റ്നെസ്, ആ മാധുര്യം. ഓൺലി വിങ്സ് ലാക്കിങ്, ആകെ അവന് കുറവുള്ളത് ചിറകുകളാണ്. അപ്പോൾ ചിറകും കൂടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അസൽ മാലാഖയാണെന്നാണ് പാരൻസിൻ്റെ വെപ്പ്. ഹി വാസ് ദെയർ ഓൺലി ചൈൽഡ്, ഈ കുട്ടി പാരൻസിൻ്റെ ഒരേ ഒരു മകനാണ്. ദേ ഹാഡ് അബൻഡൻറ്റ് അഫെക്ഷൻ. അബൻഡൻറ്റ് മീൻസ് ഒരുപാട്, ഇവനോട് ഭയങ്കര അഫെക്ഷൻ, വാത്സല്യമുണ്ട്, ഒരുപാട് വാത്സല്യം. ആൻഡ് ആംപിൾ മണി, ഒരുപാട് പണവുമുണ്ട്, ഇഷ്ടംപോലെ പൈസയുണ്ട്. ദേ ബിൽറ്റ് എ നഴ്സറി, ഇവന് വേണ്ടി ഒരു നഴ്സറി ഉണ്ടാക്കി. ബോട്ട് ഹിം എക്സ്പെൻസീവ് ടോയ്സ്, എക്സ്പെൻസീവ് വില കൂടിയ ടോയ്സ്, കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തു. ഫിറ്റഡ് അപ്പ് മീനിയേച്ചർ ഫേർണിച്ചർ സെറ്റ്സ്, ചെറിയ ഫേർണിച്ചർ. നമുക്കറിയാലോ, നമ്മൾ KG ക്ലാസ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ ചെറിയ സെറ്റ് ടേബിളും ചെറിയ കുട്ടികൾക്ക് വേണ്ട ചെയറൊക്കെ ഉണ്ട്. അതുപോലെ ചെറിയ ഫേർണിച്ചറുകൾ അവന് വേണ്ടി സെപ്പറേറ്റ് വാങ്ങിച്ചു കൊടുത്തു. ഗേവ് ഹിം എ സ്മോൾ പെഡൽ മോട്ടോർ കാർ ടു ഗോ എബൌട്ട് ഇൻ ഓൾ ഓവർ ദ ഗാർഡൻ. അവർക്ക് അത്യാവശ്യം നല്ലൊരു ഗാർഡൻ ഉണ്ട്, ആ ഗാർഡനിലൂടെ ഓടിച്ച് നടക്കാൻ ഒരു പെഡൽ മോട്ടോർ കാർ. നമുക്ക് വേറെയല്ലോ സൈക്കിൾ ഇങ്ങനെ ചവിട്ടി പോകുന്നത്, അതുപോലെ ചവിട്ടി പോകുന്ന കാറ് വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ ഇതൊരുപാട് കാലം മുമ്പ് എഴുതിയതാണ്. അന്ന് ഈ ഇലക്ട്രിക് വാഹനങ്ങൾ ഉണ്ടാവില്ല, മനസ്സിലാക്കണം. ഇപ്പോൾ ഇന്ന് കുട്ടികൾക്ക് ഇലക്ട്രിക് ടോയ്സ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ സെറ്റപ്പ് അന്ന് ഉണ്ടാവില്ല. ഓക്കെ, അതുകൊണ്ടാണ് പിന്നെ അത് ഇതിൽ പരാമർശിക്കാത്തത്. ഇത് പെഡൽ കാറാണ് കേട്ടോ. പെഡൽ കാർ ഒക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ടു ഗോ എബൌട്ട്, ടു ഗോ എറൗണ്ട് ഇൻ ഓൾ ഓവർ ദ ഗാർഡനിലൂടെ ഇങ്ങനെ കറങ്ങാൻ. ദേ ഫിൽഡ് അപ്പ് ഹിസ് കബോർഡ് വിത്ത് ഓൾ കൈൻഡ്സ് ഓഫ് സ്വീറ്റ്സ് ആൻഡ് ബിസ്ക്കറ്റ്സ്. ഇനി ഇവൻ്റെ കബോർഡിലാണെങ്കിലും നിറയെ മിഠായികളാണ്, സ്വീറ്റ്സ്, അതുപോലെ തന്നെ ബിസ്ക്കറ്റ്സ്, അവന് ഇഷ്ടപ്പെട്ട ബിസ്ക്കറ്റ്സ് ഒക്കെ ഉണ്ട്. ആൻഡ് ലെഫ്റ്റ് ഇറ്റ് ടു ഹിസ് ഗുഡ് സെൻസ് ടു ഡിവർ ദം മോഡറേറ്റ്ലി. ഡിവർ എന്ന് പറഞ്ഞാൽ കഴിക്കാൻ, കുറച്ച് ആക്രാന്തത്തിൽ കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവന് വേണ്ട രീതിയിൽ ഭക്ഷണം കഴിക്കാൻ, വേണ്ട തോന്നുന്ന സമയത്തൊക്കെ കഴിക്കാൻ ബിസ്ക്കറ്റും ചോക്ലേറ്റും ഒക്കെ അവിടെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ദേ ബിലീവ്ഡ് എ ഗ്രേറ്റ് ഡീൽ ഇൻ ലീവിങ് തിങ്സ് ദാറ്റ് വേ. ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യണം എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതല്ലാതെ ഇങ്ങനെ കുട്ടിയെ എപ്പോഴെങ്കിലും കളിക്കാൻ വിടുക, എപ്പോഴെങ്കിലും കളിപ്പാട്ടം കൊടുക്കുക, എപ്പോഴെങ്കിലും ബിസ്ക്കറ്റ് കൊടുക്കുക, എപ്പോഴെങ്കിലും ചോക്ലേറ്റ്, അങ്ങനെയല്ല. കുട്ടിയെ ഒരു വലിയൊരാളെ പോലെ കണ്ട് അവനെ എല്ലാ സ്വാതന്ത്ര്യവും കൊടുക്കുക എന്നുള്ളതാണ് പാരൻസിൻ്റെ വിശ്വാസം. ഈ രീതിയിലാണ് ഇവർ മകനെ വളർത്തുന്നത്. എന്നിട്ട് ഈ മകനെ അവർ നോക്കിക്കോ അല്ലേ. യു മസ്റ്റ് നെവർ സെറ്റ് അപ്പ് എനി സോർട്ട് ഓഫ് കോൺട്രറിനെസ് ഓർ റിപ്രഷൻ ഇൻ ദ ചൈൽഡ്സ് മൈൻഡ് ഡിക്ലെയർഡ് ദ പാരൻസ്. ഇത് ടീച്ചറിനോട് പാരൻസ് പറയാണ്. ഇവിടെ സെറ്റപ്പിന് എസ്റ്റാബ്ലിഷ് എന്നുള്ള അർത്ഥമാണ്. കോൺട്രറിനെസ് മീൻസ് ഡിസഗ്രിമെൻറ്റ്. ഒരു തരത്തിലുള്ള ഡിസഗ്രിമെൻറ്റും കുട്ടിയോട് ഉണ്ടാവരുത്. യു മസ്റ്റ് നെവർ സെറ്റ് അപ്പ് എനി സോർട്ട് ഓഫ് കോൺട്രറിനെസ്, അവനോട് എതിർക്കാൻ പോകരുത്. ഓർ റിപ്രഷൻ, അവനെ അടിച്ചമർത്താനും പാടില്ല. ഇൻ ദ ചൈൽഡ്സ് മൈൻഡ്, കുട്ടിയുടെ മനസ്സിൽ. ഡിക്ലെയർഡ് ദ പാരൻസ് പ്രഖ്യാപിച്ചു. യു വിൽ ഡാമേജ് ഹിം ഫോർ ലൈഫ്. ത്രൂ ഔട്ട് ദ ലൈഫ് അവന് ഒരു പ്രശ്നം ഉണ്ടാവും, അതുകൊണ്ട് അവൻ്റെ മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന യാതൊന്നും ചെയ്യല്ലേ എന്ന് പാരൻസ് ടീച്ചറിനോട് പറയാറുണ്ട്. ഇറ്റ് നോ ഡൗട്ട് റിക്വയർസ് എ ലോഡ് ഓഫ് ഡിസിപ്ലിൻ ഇൻ അവർ പാർട്ട്, ബട്ട് ഇറ്റ് ഈസ് വർത്ത് ഇറ്റ്, ദേ ഡിക്ലെയർഡ് പ്രൈംലി. വി ഷാൽ ബി ബ്രിങ്ങിങ് അപ്പ് എ ഹെൽത്തി സിറ്റിസൺ. അപ്പോൾ ഇപ്രകാരം പാരൻസ് പറഞ്ഞ പ്രകാരം ഈ ചെക്കനെ നോക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് അത്രയും ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ നല്ല വാശി കാണിക്കും, കുസൃതി ഉണ്ടാവും. അപ്പോൾ നല്ല ക്ഷമ വേണം. പക്ഷേ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണമുണ്ടാവും. ഓക്കെ, പ്രൈംലി എന്ന് പറഞ്ഞാൽ നീറ്റ്ലി എന്നാണ് കേട്ടോ. ഓക്കെ, ഇനി യെസ് ദ ടീച്ചർ എഗ്രീഡ് ഔട്ട്വേർഡ്ലി. ടീച്ചറിന് പക്ഷേ ആ ഒരു റൂട്ട് തീരെ ഇഷ്ടമല്ല പാരൻസിൻ്റെ. പക്ഷേ പുറമേ അത് ഓക്കെ എന്ന് പറയുന്നത് വേറെ രക്ഷയില്ല. അപ്പോൾ ഓക്കെ എന്ന് ഔട്ട്വേർഡ്ലി പുറമേക്ക് തന്നെ ടീച്ചർ എന്ത് ചെയ്യും, എഗ്രി ചെയ്യും. ഫീലിംഗ് മോർ ആൻഡ് മോർ കൺവിൻസ്ഡ് എവറി ഡേ ദാറ്റ്
What the little fellow needed to make him a normal citizen was not cajoling, but an anna's worth of cane, for which he was prepared to advance the outlay. Cajoling means persuading, സാന്ത്വനിപ്പിക്കുക എന്നുള്ള അർത്ഥമാണ് cajoling. അണ പഴയൊരു നാണയമാണ് കേട്ടോ, ഇന്ന് നിലവില്ലാത്ത നാണയമാണ്. കെയിൻ വടി. ഔട്ട്ലേ മീൻസ് കോസ്റ്റ്. അതായത് പാരൻസ് പറഞ്ഞ പ്രകാരം രീതിയിലല്ല കുട്ടിനെ വളർത്തേണ്ടത്. ഇവന് ഒരു അണ വിലയുള്ള വടി വാങ്ങി അതുകൊണ്ടൊന്ന് പിടച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അവൻ്റെ പ്രശ്നം അടി കിട്ടാത്തതാണ് എന്ന് ഓരോ ദിവസവും ടീച്ചറിന് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ടീച്ചർക്ക് അവരോട് പറയാൻ വയ്യ. ഫോർ ദ ടീച്ചർ ഇറ്റ് വാസ് എ ലൈഫ് ഓഫ് അറ്റർ ട്രവീൽ. ട്രവീൽ എന്നുള്ള വേർഡിന് പെയിൻഫുൾ ഓർ ലെബോറിയസ് എഫേർട്ട് എന്നാണ്. അതായത് ബുദ്ധിമുട്ടേറിയ ഒരു അനുഭവം. ഓക്കെ, അപ്പോൾ ഇവനെ നോക്കുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ദി ഓൺലി റിലീവിങ് ഫീച്ചർ ഇൻ ദ ഹോൾ ബിസിനസ് വാസ് ദ 30 rupees ദേ പെയ്ഡ് ഹിം ഓൺ എവറി ഫസ്റ്റ് ഡേ. ഇവനെ നോക്കുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഷവീർ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ആകെ ഇതിനൊരു മെച്ചം എന്ന് പറഞ്ഞാൽ ദ ഓൺലി റിലീവിങ് ഫീച്ചർ, ആകെ ഒരു മെച്ചം, ഒരു ആശ്വാസം എന്താണ്? എല്ലാ മാസവും 1-ാം തീയതി 30 രൂപ കൊടുക്കും. 30 രൂപ എന്ന് പറയുമ്പോൾ ഇന്നത്തെ 30 രൂപയല്ല, പഴയ കാലത്താണ് കേട്ടോ. 30 രൂപ ഇവനെ ട്യൂഷൻ ക്ലാസ്സിന് ടീച്ചറിന് കിട്ടും. അതാണ് ആകെയുള്ളൊരു ആശ്വാസം. അതിന് എന്തൊക്കെ ചെയ്യണം? ഇറ്റ് ടുക്ക് ഹിം ഇൻ ഓൾ 3 hours every evening, of which the first half an hour he had to listen to the child psychology theories of the parents. അപ്പോൾ എല്ലാ ദിവസവും 3 മണിക്കൂർ ഇവൻ ട്യൂഷൻ ക്ലാസ് എടുക്കണം ഡെയിലി. എന്നാലേ ഈ 30 രൂപ കിട്ടുകയുള്ളൂ. മാത്രമല്ല അതിലൊരു മണിക്കൂറോ ചൈൽഡ് സൈക്കോളജി പഠിക്കുകയും വേണം. പിന്നെ പാരൻസിൻ്റെ ചൈൽഡ് സൈക്കോളജി കേൾക്കുകയും വേണം. അതായത് ആദ്യം ടീച്ചർ ഇങ്ങോട്ട് ക്ലാസ് കിട്ടും, എന്നിട്ട് വേണം 2 മണിക്കൂർ കുട്ടിക്ക് അങ്ങോട്ട് ക്ലാസ് കൊടുക്കാൻ. ദി ഫാദർ ഹാഡ് റിട്ടൺ എ തീസിസ് ഓൺ ഇൻഫൻറ്റ് സൈക്കോളജി ഫോർ ഹിസ് MA. And the lady had studied a great deal of it for her BA. എന്ന് വെച്ചാൽ ഫാദറിനും മദറിനും സൈക്കോളജിയിൽ അല്പം പിടിപാടുണ്ട്. ചൈൽഡ് സൈക്കോളജിയിൽ ഫാദർ തൻ്റെ MA PG പഠനത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇൻഫാൻറ്റ് സൈക്കോളജി ഒരു തീസീസ് എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ അമ്മ BA പഠിച്ച ആളാണ്, ഡിഗ്രി പഠിച്ച ആളാണ്. അപ്പോൾ അതിലും ഒരുപാട് സൈക്കോളജി പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് രണ്ടുപേർക്കും സൈക്കോളജി നല്ല വിവരമാണ്. ദേ ലെക്ചേർഡ് ടു ഹിം എവറി ഡേ ഓൺ ദെയർ തിയറീസ്. അവരുടെ അറിവ് ഇങ്ങനെ ഈ ടീച്ചർ അവർ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും. ദേ ലെക്ചേർഡ്, ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടേയിരിക്കും ടു ഹിം എവറി ഡേ ഓൺ ദ തിയറീസ്. ആൻഡ് ഹി ഗോട്ട് മോർ ആൻഡ് മോർ ദ ഫീലിംഗ് ദാറ്റ് ദേ വാണ്ടഡ് ഹിം ടു ഡീൽ വിത്ത് ദ ബോയ് ആസ് ഇഫ് ഹി വേർ മെയ്ഡ് ഓഫ് തിൻ ഗ്ലാസ്. അപ്പോൾ ഈ ടീച്ചറിന് ഈ പാരൻസിൻ്റെ സംസാരവും ക്ലാസ് കേട്ടത് മനസ്സിലാവുക, ഒരു കുട്ടിയെ നോക്കുന്ന പോലെയല്ല ഈ ടീച്ചർ ശരിക്കും അവരെ മകനെ നോക്കേണ്ടത്, അവരെ ആഗ്രഹിക്കുന്നത്. മറിച്ച് ഒരു ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയ ഒരു കുട്ടി എങ്ങനെ വളരെ കെയർഫുള്ളായിട്ട് ഡീൽ ചെയ്യണ്ടേ, ഫ്രജൈലല്ലേ, പെട്ടെന്ന് പൊട്ടും, അതുപോലെ ഡീൽ ചെയ്യണം എന്നാണ് അവരുടെ ആഗ്രഹം. ഹി ഹാഡ് ടു പ്രിറ്റൻഡ് ദാറ്റ് ഹി എഗ്രീഡ് വിത്ത് ദം, വൈൽ ഹിസ് ഓൺ പ്രൈവറ്റ് വ്യൂ വാസ് ദാറ്റ് ഹി വാസ് ഇൻ ചാർജ് ഓഫ് എ ലിറ്റിൽ ഗോറില്ല. അതായത് പാരൻസ് പറഞ്ഞ് പുറമേക്ക് ഇങ്ങനെ എഗ്രി ചെയ്യും. വൈൽ ഹിസ് ഓൺ പ്രൈവറ്റ് വ്യൂ വാസ് ദാറ്റ് ഹി വാസ് ഇൻ ചാർജ് ഓഫ് എ ലിറ്റിൽ ഗോറില്ല. പക്ഷേ ടീച്ചറിന് അറിയാം താന് ഒരു ലിറ്റിൽ ഗോറിലയെ ആണ് ടേക്ക് കെയർ ചെയ്തത്, ഒരു ഗോറിലയെ നോക്കുന്ന പോലെയാണ്. ഞാൻ അത്രയും മെനക്കെടാണ് ഈ ചെക്കനെ നോക്കാൻ. നൗ ദ ടീച്ചർ ഡിഡ് നോട്ട് നോ ഹൗ ടു ക്വൈറ്റൻ ദ ബോയ്. ഇനി ടീച്ചറിന് അറിയില്ല എങ്ങനെ, ഇനിയിപ്പോൾ നമ്മൾ അതൊക്കെ ഇപ്പോൾ ബാക്കിലാണ് പറഞ്ഞത്, ഇനി പ്രസൻറ്റിലേക്ക് വരികയാണ് കേട്ടോ. ഓക്കെ, അതായത് ഇപ്പോൾ പ്രസൻറ്റിൽ ഇപ്പോൾ എങ്ങനെയാണ് ഈ കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ, ഇനി ഇവനെ എങ്ങനെ സാന്ത്വനിപ്പിക്കണം എന്ന് ടീച്ചറിന് അറിയില്ല. നൗ ദ ടീച്ചർ ഡിഡ് നോട്ട് നോ ഹൗ ടു ക്വൈറ്റൻ ദ ബോയ്. ക്വൈറ്റൻ എങ്ങനെ സാന്ത്വനിപ്പിക്കണം എന്ന് ടീച്ചറിന് അറിയില്ല. ഹു കെപ്റ്റ് സോബിങ്, അവന് തേങ്ങിക്കറിയാം. ഹി ഫെൽറ്റ് ഡെസ്പറേറ്റ്, അവനാകെ നിരാശയായി, ടീച്ചറിനാകെ നിരാശയായി. ഹി ടോൾ ദ യങ്സ്റ്റർ, എന്നിട്ട് ഈ ചെക്കനോട് ടീച്ചർ പറഞ്ഞു, യു മസ്റ്റ് നോട്ട് ക്രൈ ഫോർ ദീസ് ട്രിഫ്ലിംഗ് മാറ്റേഴ്സ്. ട്രിഫ്ലിംഗ് എന്ന് പറഞ്ഞാൽ ചെറിയ, വില കുറഞ്ഞ, ഇത്തരം ചെറിയ കാര്യങ്ങൾക്കൊന്നും നീ കരയല്ലേ. യു മസ്റ്റ് ബി ലൈക്ക് എ സോൾജർ, നീ ഒരു സോൾജറെ പോലെ ആവണം, എന്നുവെച്ചാൽ നല്ല ധൈര്യം ഉണ്ടാവണം, നീ ഒരു പട്ടാളക്കാരനെ പോലെ ആവണം എന്ന് പറയാം. അതിൽ ചെക്കൻ പറഞ്ഞ മറുപടി നോക്കൂ, എ സോൾജർ വിൽ ഷൂട്ട് വിത്ത് എ ഗൺ ഇഫ് ഹീസ് ഹിറ്റ്. അതായത് ഒരു സോൾജറിനെ തല്ലി കഴിഞ്ഞാൽ അവൻ്റെ കയ്യിൽ തോക്കൊണ്ടവൻ വെടിവെക്കും എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ അങ്ങനെ ചെയ്യാനാണ് തോന്നുന്നത് എന്നാണ് ചെക്കൻ്റെ ധ്വനി. സെഡ് ദ ബോയ് ഇൻ റിപ്ലൈ എന്ന് ഈ ചെക്കനെ ഉറക്കെ, അവൻ കുറച്ച് വികൃതിയാണല്ലോ, ടീച്ചറോട് പറഞ്ഞു. ദ ടീച്ചർ ട്രീറ്റഡ് ഇറ്റ് ആസ് എ ജോക്ക് ആൻഡ് ലാഫ്ഡ് ആർട്ടിഫിഷ്യലി.
അപ്പോൾ ഈ ചെക്കൻ പറഞ്ഞത് ഒരു ജോക്കായി കണ്ടുകൊണ്ട് എന്താണ് ടീച്ചർ പിന്നെ ചിരിക്കാൻ വേണ്ടി ശ്രമിച്ചു. ആർട്ടിഫിഷ്യൽ, അതായത് റിയൽ അല്ല, ഫേക്ക് ആയിക്കൊണ്ട് ഇങ്ങനെ പുറമേക്ക് ചിരിച്ചു. ദ ബോയ് കോട്ട് ദി ഇൻഫെക്ഷൻ ആൻഡ് ലാഫ്ഡ് ടു. ഇവിടെ കോട്ട് ദി ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ അത് പകരം അവിടെ കൊണ്ട് ഉദ്ദേശിച്ചത് ആ ടീച്ചറുടെ പുഞ്ചിരി, അല്പം പുഞ്ചിരി ബോയിലേക്കും കടന്നു. അപ്പോൾ ടീച്ചർ ചോദിച്ചപ്പോൾ കുറച്ച് പുഞ്ചിരി ബോയ്ക്കും ചിരി വന്നു. അപ്പോൾ അവന് കുറച്ച് ചിരിച്ചു. അപ്പോൾ അത് കാണുമ്പോൾ ടീച്ചറിനൊരു സമാധാനമാണല്ലോ അല്ലേ. ദിസ് ഈസ് എ സിറ്റുവേഷൻ സംവാഡ്, ഒരല്പം സിറ്റുവേഷൻ ഒന്നിങ്ങനെ ലഘുവാക്കി. ഗോ ആൻഡ് വാഷ് യുവർ ഫേസ് സജസ്റ്റഡ് ദ ടീച്ചർ. ഒരാൾ കരഞ്ഞു കഴിഞ്ഞാൽ, കണ്ണീര് വിളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാൻ പറ്റും, കണ്ണൊക്കെ വീർത്തിരിക്കും. അപ്പോൾ മുഖം കഴുകിയാൽ ശരിയാവും. അപ്പോൾ ടീച്ചർ ഇവനോട് പറയാം, ചെക്കനോട് പറയാണ് പോയിട്ട് മുഖം കഴുകുമെന്ന് പറയാം. സജസ്റ്റഡ് ദ ടീച്ചർ. എ ഫൈൻ ബ്ലൂ പോഴ്സലൈൻ ക്ലോസറ്റ് വാസ് അറ്റാച്ച്ഡ് ടു ദ നഴ്സറി. അപ്പം ഒരു നല്ല പോഴ്സലൈൻ എന്നാണ് കേട്ടോ ഉച്ചാരണം. പോഴ്സലിൻ എന്താ പറയുക, ക്ലോസറ്റ് വാസ് അറ്റാച്ച്ഡ് ടു ദ നഴ്സറി. നഴ്സറിയിൽ എന്താണ്, ഇവന് മോൻ കഴുകാനും കാര്യങ്ങളൊക്കെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ എന്താണ് പറയുക, പിന്നെ എല്ലാം വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. പോയി മോൻ കഴുകാൻ പറയാം. ദ ബോയ് ഡിസൊബേഡ് ആൻഡ് കമാൻഡഡ്. പക്ഷേ ബോയ് അത് കേട്ടില്ല. എന്നിട്ട് ഉറക്കെ പറഞ്ഞു, ക്ലോസ് ദ ലെസൺസ് ടുഡേ. ഇന്നത്തെ ക്ലാസ് മതി, ഇന്നത്തെ ക്ലാസ് നമുക്ക് നിർത്താം എന്ന് ബോയ് പറയാം. ദ ടീച്ചർ വാസ് അഗാസ്റ്റ് മീൻസ് ഷോക്ക്ഡ്. അപ്പോൾ ടീച്ചർ ഷോക്കായി. നോ ഹീ ക്രൈഡ്. ടീച്ചർ ഉറക്കെ പറഞ്ഞു, ഇല്ലല്ല ക്ലാസ് നിർത്താൻ പറ്റില്ല, ക്ലാസ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം എന്ന് ടീച്ചർ പറയാം. ദെൻ ഐ വിൽ ഗോ ആൻഡ് ടെൽ മൈ മദർ. അങ്ങനെയാണെങ്കിൽ ഞാൻ പോയിട്ട് എൻ്റെ അമ്മയോട് പറയുമെന്ന് ബോയ് പറയുന്നു. ത്രെറ്റൻഡ് ദ ബോയ് ത്രെറ്റൻ ചെയ്തു ടീച്ചറെ. ത്രെറ്റൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ എന്താണ്, ഭീഷണിപ്പെടുത്തി. ഹി പുഷ്ഡ് ദ ചെയർ ബാക്ക് ആൻഡ് ഗോട്ട് അപ്പ്. ചെയർ ബാക്കിലേക്ക് തള്ളിയിട്ട് അവൻ എഴുന്നേറ്റു ചെക്കൻ. ദ ടീച്ചർ റഷ്ഡ് അപ്പ് ടു ഹിം ആൻഡ് ഹെൽഡ് ഹിം ഡൗൺ. വേഗം ഇവന് ക്ലാസ് നിർത്തി പോകാനാണ് ചെക്കനെ. അതിൽ ടീച്ചർ വേഗം അങ്ങോട്ട് പോയിട്ട് ഇവനെ അവിടെ പിടിച്ചിരുത്തി. മൈ ഡിയർ ഫെലോ, ഐ ആം ടു ബി ഹിയർ ഫോർ അനദർ അവർ. ഒരു മണിക്കൂറുകൂടെ ഉണ്ട്, ക്ലാസ് കഴിഞ്ഞിട്ടില്ല. ദ ബോയ് സെഡ്, ഓൾ റൈറ്റ്, വാഷ് മീ പുട്ട് ദ എൻജിൻ ഓൺ ഇറ്റ്സ് റെയിൽസ്. ഇവൻ്റെ കളിപ്പാട്ടുണ്ട്. എൻജിനോട് ഉദ്ദേശിച്ച ട്രെയിനാണ്. അപ്പോൾ അതിങ്ങനെ റെയിലൊക്കെ വെച്ച് അതിൻ്റെ പിന്നെ റെയിൽ റോഡ് ഒക്കെ വെച്ച് അതിലിങ്ങനെ വെച്ച് ഞാൻ സെറ്റാക്കാൻ പോവാണ്, അത് കണ്ടോ എന്ന് ചെക്കൻ പറയാം. ഇഫ് യുവർ ഫാദർ കംസ് ഇൻ സെഡ് ദ ടീച്ചർ. അപ്പോൾ ഫാദർ പോകുന്ന ആകെ പ്രശ്നമാവും എന്ന് പറയാം. ടെൽ ഹിം ഇറ്റ്സ് ആൻ എൻജിൻ ലെസൺ. ഇന്ന് ട്രെയിനെ കുറിച്ചുള്ള ലെസൺ ആണെന്ന് പറഞ്ഞാൽ മതി സെഡ് ദ ബോയ്. ആൻഡ് ഹി സ്മൈൽഡ് മാലിഷ്യസ്ലി. അപ്പോൾ അവന് കുറച്ച് ക്രൂരമായിട്ട് എങ്ങനെ പുഞ്ചിരിച്ചു. ഹി വെൻറ്റ് ഓവർ ടു ഹിസ് കബോർഡ്, ഓപ്പൺഡ് ഇറ്റ്, ടുക്ക് ഔട്ട് ഹിസ് ട്രെയിൻ സെറ്റ് ആൻഡ് സ്റ്റാർട്ടഡ് അസംബ്ലിങ് ദ ട്രാക്ക്. ചെക്കൻ എന്ത് ചെയ്തു, നേരെ പോയിട്ട് കബോർഡ് പോയി തുറന്നു, അതിന് ട്രെയിൻ സെറ്റ് എടുത്തു, എന്നിട്ട് ട്രാക്കൊക്കെ അസംബിൾ ചെയ്ത് നിലത്ത് വെച്ചു. ഹി wound the engine and put it down and it went round and round. wound എന്ന് പറഞ്ഞാൽ ഇവിടെ tightened എന്നാണ്, tightened the spring. അപ്പം ആ എൻജിനൊക്കെ ശരിയാക്കി, അതായത് കണക്ട് ചെയ്തു, ടൈറ്റൻ ചെയ്തു, എന്നിട്ട് എന്ത് ചെയ്തു, and put it down, അത് താഴെ വെച്ചു. and it went round and round, അതിങ്ങനെ വട്ടത്തിൽ പോകാൻ തുടങ്ങി. you are the station master proclaimed the boy. എന്നിട്ട് ബോയ് ടീച്ചറോട് പറയാണ്, നിങ്ങളാണ് ഇനി സ്റ്റേഷൻ മാസ്റ്റർ ഈ ട്രെയിനിൻ്റെ. no cried the teacher. അപ്പോൾ ടീച്ചർ ഉറക്കെ പറഞ്ഞു, നോ അല്ല, യു ഹാവ് യുവർ ടെസ്റ്റ് ദ ഡേ ആഫ്റ്റർ ടുമോറോ. മറ്റന്നാൾ അതിൻ്റെ ടെസ്റ്റ് അല്ല. ദ ബോയ് മിയർലി സ്മൈൽഡ് ഇൻ എ സുപ്പീരിയർ വേ. അപ്പോൾ ഒന്ന് തലക്കനത്തോടെ ഒന്ന് ചിരിച്ചു. ആൻഡ് റിപ്പീറ്റഡ്. എന്നിട്ട് വീണ്ടും ഈ ബോയ് ടീച്ചറോട് പറയാം, വിൽ യു ബി ദ സ്റ്റേഷൻ മാസ്റ്റർ ഓർ നോട്ട്. സ്റ്റേഷൻ മാസ്റ്റർ ആവുമോ അല്ലയോ. അതായത് ഭീഷണിപ്പെടുത്തണം, അല്ലെങ്കിൽ ഞാൻ പോയി പറയും പാരൻസിനോട് എന്നെ തല്ലിയത്, അതാണ് ഉദ്ദേശിച്ചത്. ദ ടീച്ചർ വാസ് അനോയിഡ്. ടീച്ചർ ആകെ അനോയിഡായി, ടെൻസ്ഡായി. ഐ വോണ്ട് ബി എ സ്റ്റേഷൻ മാസ്റ്റർ. ഇല്ല, ഞാൻ ആവില്ല. ഹീ സെഡ് ഡിഫയൻ്റ്ലി, എതിർത്തുകൊണ്ട് പറഞ്ഞു. വേറപ്പോൺ മീൻസ് ആഫ്റ്റർ വിച്ച് ദ യങ് ഫെലോ സെഡ്. ആ ചെക്കൻ പറഞ്ഞു, ഓ ഈസ് ദാറ്റ് വാട്ട് യു സേ. അതാണോ നിങ്ങൾ പറയുന്നത്. ഹി ജെന്റ്ലി, മൃദുവായിട്ട്, ടച്ച്ഡ് ഹിസ് ചീക്ക്, മൃദുവായിട്ട് അവൻ്റെ മുഖത്ത് ഇങ്ങനെ തടവി. ആൻഡ് മെർമേഡ്, എന്നിട്ട് പിറുപിറുത്തു. ഇറ്റ് ഈസ് പെയിനിങ് മീ ഹിയർ ഓഫുള്ളി. വളരെ ഭയാനകമായ രീതി ഇവിടെ വേദനിക്കുന്നുണ്ട്. ഐ മസ്റ്റ് സീ മൈ മദർ. ഞാൻ എൻ്റെ അമ്മയെ കാണണം. ഹി മെയ്ഡ് എ മൂവ്മെൻറ്റ് ടുവേർഡ്സ് ദ ഡോർ. അത്ര പറഞ്ഞുകൊണ്ട് ബോയ് എന്ത് ചെയ്തു, ഡോറിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോകണ പോലെ കാണിച്ചു. ദ ടീച്ചർ വാച്ച്ഡ് ഹിം വിത്ത് എ ഡൾ ഡെസ്പറേഷൻ. അപ്പോൾ ഒരു ഡെസ്പറേഷൻ, നിരാശയോടെ അവനെ ഇങ്ങനെ ടീച്ചർ നോക്കി. ദ ബോയ്സ് ചീക്ക് വാസ് സ്റ്റിൽ റെഡ്. അപ്പോഴും ചെക്കൻ്റെ മുഖം ആകെ റെഡ് കളറായിട്ടുണ്ട്. സോ ഹീ സെഡ്, എന്നിട്ട് അവൻ പറഞ്ഞു, ഡോണ്ട് ബോയ്. ടീച്ചർ പറയാണ് ബോയിനോട്, ഡോണ്ട് ബോയ്, യു വാണ്ട് മീ ടു ബി എ സ്റ്റേഷൻ മാസ്റ്റർ. വാട്ട് ഷാൽ ഐ ഹാവ് ടു ഡു. ഓ, നിനക്ക് ഞാൻ സ്റ്റേഷൻ മാസ്റ്റർ ആവുകയല്ലേ വേണ്ടത്, ഞാനെന്താ ചെയ്യേണ്ടത് എന്ന്
അനുസരണയോട് ടീച്ചറാണ് ചോദിക്കുക. ദ ബോയ് ഡയറക്റ്റഡ്, ബോയ് പറഞ്ഞു കൊടുക്കും. വെൻ ദ ട്രെയിൻ കംസ് ടു യുവർ സ്റ്റേഷൻ, നിങ്ങളുടെ സ്റ്റേഷനിലേക്ക് ട്രെയിൻ വരുമ്പോൾ യു മസ്റ്റ് ബ്ലോ ദ വീസിൽ ആൻഡ് ക്രൈ. വീസിലൊക്കെ അടിച്ചുകൊണ്ട് ഊതിക്കൊണ്ട് പറയണം. എൻജിൻ ഡ്രൈവർ സ്റ്റോപ്പ് ദ ട്രെയിൻ എന്ന് ഉറക്കെ വിളിച്ച് പറയണം. ദർ ആർ എ ലോട്ട് ഓഫ് പീപ്പിൾ ടുഡേ ഹു ഹാവ് ബോട്ട് ടിക്കറ്റ്സ്. ഒരുപാട് പേര് ടിക്കറ്റ്സ് വാങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് പിന്നെ ട്രെയിൻ നിർത്തണേ എന്ന് ഉറക്കെ വിളിച്ച് പറയണം എന്ന് പറയാം. ദ ടീച്ചർ ഹഞ്ച്ഡ് അപ്പ്, ഇങ്ങനെ കുനിഞ്ഞ് വളഞ്ഞിരുന്നു ടീച്ചർ അവിടെ. ഇൻ എ കോർണർ, ഒരു മൂലക്ക്. ആൻഡ് ഒബെയ്ഡ്, എന്നിട്ട് അനുസരിച്ചു. ഹി ഗ്രൂ ടയേർഡ് ഓഫ് ദ പൊസിഷൻ ആൻഡ് ദ ഗെയിം ഇൻ 30 minutes. അതേ പൊസിഷനിൽ ഇങ്ങനെ വളഞ്ഞിരിക്കുകയാണ് 30 minutes ആയിട്ട്. അപ്പം 30 minutes ഇരുന്ന് ആകെ ടയേർഡ് ആയിട്ടുണ്ട് ടീച്ചർ. ആൻഡ് ഗോട്ട് അപ്പ്, എന്നിട്ട് എഴുന്നേറ്റു. മച്ച് ടു ദ ഡിസ്പ്ലഷർ ഓഫ് ഹിസ് പ്യൂപ്പിൾ. പ്യൂപ്പിൾ മീൻസ് സ്റ്റുഡൻറ്റ്. അപ്പം ഈ കുട്ടിക്ക് ഡിസ്പ്ലഷർ, അസന്തുഷ്ടത, അതല്ലെങ്കിൽ എന്താ പറയുക, ഒരു സന്തോഷമില്ലാത്ത അവസ്ഥ അല്ലേ. അപ്പോൾ സന്തോഷമില്ലാത്ത ആക്കിക്കൊണ്ട് ഇയാൾ എഴുന്നേറ്റു. അപ്പോൾ ടീച്ചർ ഇങ്ങനെ ഇരിക്കുന്നതാണ് കുട്ടിക്ക് ഇഷ്ടം സ്റ്റേഷൻ മാസ്റ്ററായിട്ട്. പക്ഷേ ടീച്ചർ എന്ത് ചെയ്തു, അങ്ങ് എഴുന്നേറ്റു. ലക്ലി ഫോർ ഹിം ദ എൻജിൻ ഓൾസോ സഡൻലി റെഫ്യൂസ് ടു മൂവ്. ആ സമയത്ത് ടീച്ചറിൻ്റെ ഭാഗ്യത്തിന് ആ എൻജിൻ അങ്ങ് മൂവ് ചെയ്യുന്നുമില്ല. അതായത് ട്രെയിൻ എന്തോ തകരാറ് പറ്റിയ പോലെ. ദ ബോയ് ഹാൻഡ് ഇറ്റ് ടു ഹിം. അതെടുത്തിട്ട് ബോയ് എടുത്തിട്ട് ടീച്ചറിന് കൊടുത്തിട്ട് പറയാം. ആസ് ഹി വെൻറ്റ് ബാക്ക് ടു ഹിസ് സീറ്റ്. ടീച്ചർ ബോയ് അവൻ്റെ സീറ്റിലേക്ക് പോകുന്ന സമയത്ത് പറഞ്ഞു. ആൻഡ് സെഡ് റിപ്പയർ ഇറ്റ് സർ, ഒന്ന് റിപ്പയർ ചെയ്ത് തരൂ. ഹി ടേൺഡ് ഇറ്റ് അബൌട്ട് ഇൻ ഹിസ് ഹാൻഡ് ആൻഡ് സെഡ് ഐ കാൺട്ട്, ഐ നോ നത്തിങ് അബൌട്ട് ഇറ്റ്. ടീച്ചർ അതിങ്ങനെ കയ്യിലിട്ടൊക്കെ നോക്കി തിരിച്ചിട്ട് പറഞ്ഞു, എനിക്കറിയില്ല, എനിക്കിതിനെക്കുറിച്ച് ഒന്നുമില്ല, നന്നാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു ടീച്ചർ. ഇറ്റ് മസ്റ്റ് ഗോ, അത് പോകണം. സെഡ് ദ ബോയ് ഫേംലി, തറപ്പിച്ച് പറയാണ് ബോയ്, അത് പോകണം, അത് മൂവ് ചെയ്യണം. ദ ടീച്ചർ ഫെൽറ്റ് ഡെസ്പറേറ്റ്. ടീച്ചർ വീണ്ടും നിരാശനായി. ഹി വാസ് അബ്സല്യൂട്ട്ലി നോൺ മെക്കാനിക്കൽ. ഇത്തരം കാര്യങ്ങളൊന്നും ടീച്ചറിന് അറിയില്ല, മെക്കാനിക്കലെ കാര്യങ്ങൾ. ഹി കുഡ് നോട്ട് ടേൺ ദ സിംപ്ലസ്റ്റ് സ്ക്രൂ ഇഫ് ഇറ്റ് വാസ് ടു സേവ് ഹിസ് ലൈഫ്. കുറച്ച് അതിശയോക്തി കലർത്തി പറഞ്ഞതാണ്. സ്വന്തം ജീവൻ രക്ഷിക്കാൻ ഒരു സ്ക്രൂ ഒന്ന് തിരിക്കാൻ, ചെറിയ സിമ്പിളായ സ്ക്രൂ തിരിക്കാൻ പോലും ഈ ടീച്ചറിന് അറിയില്ല എന്നാണ് പറയുന്നത്. അതായത് ടീച്ചർ അത്രയും മെക്കാനിക്കലി ഭയങ്കര വീക്കാണ്, ഒന്നും അറിയില്ല. എന്നിട്ട് ആ ടീച്ചറോടാണ് നന്നാക്കാൻ പറയുന്നത് ഇവൻ. ദ ബോയ് സ്റ്റാംപ്ഡ് ഹിസ് ഫുട്ട് ഇംപേഷ്യൻ്റ്ലി ആൻഡ് വെയിറ്റഡ് ലൈക്ക് എ ടിറൻറ്റ്. ആ സമയത്ത് ബോയ് എന്ത് ചെയ്തു, പിന്നെ സ്റ്റാമ്പ് ചെയ്തു, താഴെ ചവിട്ടി. തൻ്റെ ബൂട്ടെടുത്തിട്ട് എന്താണ് കാലുകൊണ്ട് എന്താ ചെയ്തു, സ്റ്റാമ്പ് ചെയ്തു, താഴെ ആഞ്ഞു ചവിട്ടി. ഇംപേഷ്യൻ്റ്ലി, അക്ഷമയോടെ. എന്നിട്ട് വെയിറ്റ് ചെയ്തു ലൈക്ക് എ ടൈറൻറ്റ്. ടൈറൻറ്റ് എന്ന് പറഞ്ഞാൽ ഒപ്രസീവായ റൂളർ. ഓക്കെ, ക്രൂവൽ ആൻഡ് ഒപ്രസീവ് റൂളർ എന്നുള്ളതാണ് ടൈറൻ്റെ അർത്ഥം. ഏകാധിപതിയെ പോലെ. കാരണം ഇപ്പോൾ ചെക്കനൊരു ഇത് കിട്ടണമല്ലോ, ബോയ്ക്കൊരു പവർ കിട്ടണമല്ലോ, അപ്പോൾ അവരിങ്ങനെ ആജ്ഞാപിക്കാം. ദ ടീച്ചർ പുട്ട് ഇറ്റ് അവേ, അത് മാറ്റി വെച്ചു. പുട്ട് ഇറ്റ് സൈഡ്. പുട്ട് ഇറ്റ് അവേ മീൻസ് പുട്ട് ഇറ്റ് സൈഡ്. ഡിഫൈൻറ്റ്ലി വിത്ത്, ഡെഫിനിറ്റ്ലി വിത്ത്, ഓക്കെ, ഡെഫിനിറ്റ്ലി വിത്ത് ഐ കാൺട്ട് ആൻഡ് ഐ വോണ്ട്, എനിക്ക് കഴിയൂല, ഞാനത് ചെയ്യൂല എന്ന് പറഞ്ഞുകൊണ്ട് പറയാം. ദ ബോയ് ഇമ്മീഡിയറ്റ്ലി സ്വിച്ച്ഡ് ഓൺ ടു അനദർ ഡിമാൻഡ്. അപ്പോൾ ബോയ്ക്ക് പെട്ടെന്ന് ഇനിയിപ്പോൾ എന്തായാലും ടീച്ചറിന് കഴിയാമെന്ന് ബോയ്ക്ക് ബോധ്യമായപ്പോൾ ബോയ് മറ്റൊരു ഡിമാൻഡ് ചെയ്തു. എന്താണ്, ടെൽ മി എ സ്റ്റോറി, എനിക്കൊരു കഥ കേൾക്കണം, എനിക്കൊരു കഥ പറഞ്ഞു തരും. യു ഹാവ് ഡൺ എ സം, ഇറ്റ്സ് 8:30. ഞാൻ നിനക്കൊരു പ്രോബ്ലം തന്നിട്ടുണ്ടല്ലോ, അന്ന് ചെയ്തിട്ടില്ലല്ലോ. ഇറ്റ്സ് 8:30. ഇപ്പം തന്നെ എത്ര ആയി സമയം? 8:30 ആയിട്ടുണ്ട്, ക്ലാസ് കഴിയാനായിട്ടുണ്ട്, അപ്പോൾ നീ ഇത് ചെയ്യ് എന്ന് പറയാം ടീച്ചർ. ഐ ഡോണ്ട് കെയർ ഫോർ സംസ്, അതൊന്നും എനിക്ക് കാര്യമില്ല, എനിക്കത് കൂട്ടൊന്നും വേണ്ട. സെഡ് ദ ബോയ് ടെൽ മി എ സ്റ്റോറി, എനിക്കിപ്പോൾ കഥ കേൾക്കണം. നോ, ടീച്ചർ പറഞ്ഞു ഇല്ല. ദ ബോയ് കോൾഡ്, ഉറക്കെ വിളിച്ചു പറഞ്ഞു, അച്ഛനെ വിളിക്കുക, അപ്പ അപ്പ. വൈ ആർ യു ഷൗട്ടിങ് ലൈക്ക് ദാറ്റ് ഫോർ യുവർ ഫാദർ? എന്താണ് നിൻ്റെ ഫാദർ ഇങ്ങനെ വിളിക്കുന്നത് എന്ന് ടീച്ചർ ചോദിക്കുക. ഇവൻ പറയാം, ഐ ഹാവ് സംതിങ് ടു ടെൽ ഹിം, സംതിങ് ഇമ്പോർട്ടൻറ്റ്, എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം എനിക്ക് അച്ഛനോട് പറയാനുണ്ട് എന്ന് പറയാം. ദ ടീച്ചർ വാസ് ഒബ്ലൈജ്ഡ് ടു ബിഗിൻ ദ സ്റ്റോറി ഓഫ് എ ബൈസൺ ആൻഡ് എ ടൈഗർ. ഒബ്ലൈജ്ഡ് മീൻസ് ഇവിടെ പറയാൻ നിർബന്ധനായി, ഒരു രക്ഷയില്ല, ഇനി ചെക്കത്ത് പറയുമല്ലോ, അതുകൊണ്ട് ഒരു ബൈസൺ, കാട്ടുപോത്തിൻ്റെയും ടൈഗറിൻ്റെയും കടുവയുടെയും കഥ പറഞ്ഞു. ആൻഡ് ദെൻ ഹി പാസ്ഡ് ഓൺ ടു ആലിബാബ ആൻഡ് ദ 40 thieves. ആലിബാബയും 40 കള്ളന്മാരും. അപ്പോൾ ബൈസൻ്റെയും ടൈഗറിൻ്റെയും കഥ കഴിഞ്ഞ് നേരെ ആലിബാബയും 40 കള്ളന്മാരുടെ കഥ പറഞ്ഞു. ആൻഡ് അലാദീൻ്റെ അത്ഭുതങ്ങളൊക്കെയാണ് പിന്നത്. ദ ബോയ് ലിസൺഡ്, റാപ്ഡ് ആൻഡ് ഓർഡേർഡ്. ബോയ് ഇതിങ്ങനെ കേട്ടു, റാപ്ഡ്, ഇൻട്രസ്റ്റഡ്, ഭയങ്കര സന്തോഷനാണ് ബോയ്, കേട്ടപ്പോൾ കഥ ഇഷ്ടപ്പെട്ടു. ആൻഡ് ഓർഡേർഡ്, എന്നോട് വീണ്ടും പറയാം, ഐ വാണ്ട് ടു ഹിയർ ദ സ്റ്റോറി ഓഫ് ദ ബൈസൺ അഗൈൻ. ആ ബൈസൻ്റെ കഥ എനിക്ക് വീണ്ടും കേൾക്കണം എന്ന് പറയാം. ഇറ്റ് ഈസ് ഗുഡ്, വളരെ നല്ല കഥയായിരുന്നു. ദ ടീച്ചർ വാസ് ഷോർട്ട് ഓഫ് ബ്രെത്ത്. ഷോർട്ട് ഓഫ് ബ്രെത്ത് മീൻസ് ഇങ്ങനെ കിതക്കാണ്, പാൻറ്റിങ്,
കാരണം ടീച്ചർ ആകെ ക്ഷീണിച്ചിട്ടുണ്ട്, അപ്പോൾ കിതക്കുക. ഹി ഹാഡ് ഡൺ 6 hours ഓഫ് ടീച്ചിങ് ആൻഡ് സ്കൂൾ ഡ്യൂറിങ് ദ ഡേ. ടുമോറോ ഐ ഹവ് ലോസ്റ്റ് ഓൾ മൈ ബ്രെത്ത്. അപ്പോൾ 6 മണിക്കൂർ സ്കൂളിൽ ടീച്ചിങ് കഴിഞ്ഞിട്ടാണ് ഇവിടെ ട്യൂഷന് വന്നിട്ടുള്ളത്. പിന്നെ ഈ ഇവൻ്റെ കളിക്കും ഇതെല്ലാം കൂട്ടുന്നല്ലോ. അപ്പോൾ ടീച്ചർ കിതക്കാൻ തുടങ്ങി. ഇനി നാളെ പറയാമെന്ന് പറയാം. ഐ ഹവ് ലോസ്റ്റ് ഓൾ മൈ ബ്രെത്ത്. എനിക്ക് ശ്വാസം കിട്ടില്ല എന്ന് ടീച്ചർ പറയുന്നു. ഓൾ റൈറ്റ്, ഐ വിൽ ഗോ ആൻഡ് ടെൽ. അങ്ങനെ ഞാൻ പോയി പറയാം. എക്സ്ക്ലൈംഡ് ദ ബോയ്. പോയി പറയാം. ഹി ഗോട്ട് അപ്പ് ആൻഡ് സ്റ്റാർട്ടഡ് റണ്ണിങ് ഓൾ ഓഫ് എ സഡൻ ടുവാർഡ്സ് ദ ഹൗസ്. ഇവൻ വേഗം അവൻ എഴുന്നേറ്റിട്ട് വീട് നേരെ ഓടാൻ തുടങ്ങി. ആൻഡ് ദ ടീച്ചർ സ്റ്റാർട്ടഡ് ആഫ്റ്റർ ഹിം. ടീച്ചർ ചെക്കൻ്റെ പിന്നാലെ ഓടി. ദ ബോയ് വാസ് ടു ഫാസ്റ്റ് ഫോർ ഹിം. ടീച്ചറിന് പിടിക്കാൻ കിട്ടുമോ? ഇവനെ വളരെ മുമ്പിലാണ്. വീൽഡ് അബൌട്ട് മാഡ്ലി. ഇവലിങ്ങനെ റൗണ്ട് ചെയ്ത് കളിക്കുകയാണ് ബോയ്ക്ക് പിന്നാലെ ടീച്ചർ. ആൻഡ് മെയ്ഡ് ദ ടീച്ചർ റൺ റൗണ്ട് ദ ഗാർഡൻ ത്രൈസ്. 3 വട്ടം ആ ഗാർഡൻ ചുറ്റിച്ചു. അപ്പോൾ 3 വട്ടം ചെക്കൻ ഓടി, ഇവൻ്റെ പിന്നാലെ ബോയുടെ പിന്നാലെ ടീച്ചറും ഓടി. ദ ടീച്ചർ ലുക്ഡ് ബീറ്റൺ. അപ്പോൾ ടീച്ചർ അവിടെ പരാജയപ്പെട്ടു, കാരണം ഇവനെ പിടിക്കാൻ കഴിയില്ല, ചെറിയ കുട്ടിയല്ലേ. ദ ബോയ് ടുക്ക് പിറ്റി ഓൺ ഹിം ആൻഡ് സ്റ്റോപ്ഡ് നിയർ ദ റോസ് ബുഷ്. അപ്പോൾ ചെക്കന് ഒരു ചെറിയ ഒരു പിറ്റി തോന്നി, ദയ തോന്നി. അങ്ങനെ അവന് റോസ് ബുഷ് റോസാ ചെടിയുടെ അടുത്ത് അവൻ നിന്നു. ബട്ട് ദ മൊമെൻറ്റ് ഹി വെൻറ്റ് അപ്പ് ആൻഡ് ട്രൈഡ് ടു പുട്ട് ഹിസ് ഹാൻഡ് ഓൺ ഹിം, ദ ബോയ് ഡാർട്ടഡ് ത്രൂ എന്ന് പറഞ്ഞാൽ മൂവ്ഡ് സഡൻലി കേട്ടോ. ഡാർട്ടഡ് ത്രൂ കുതിക്കുക എന്നുള്ള, കുതിച്ചു. അപ്പോൾ ടീച്ചർ വേഗം വന്നിട്ട് ഇവനെ പിടിക്കാൻ നോക്കുമ്പോഴത്തേനും ഈ കുട്ടി എന്താണ്, വേഗം ഓടും വീണ്ടും. ആൻഡ് റാൻ ഓഫ്, വേഗം ഓടി. ഇറ്റ് വാസ് എ ഹോപ്പ്ലെസ് പെർസ്യൂട്ട് ഉദ്യമം, ശ്രമം. അതായത് ഒരു ഒരു പ്രതീക്ഷയില്ലാത്ത ഉദ്യമമായിരുന്നു. ഈ ചെക്കന് എത്ര പറഞ്ഞിട്ടും ചെക്കനെ കിട്ടണില്ല ഈ ടീച്ചറിന്. ദ ബോയ് എൻജോയ്ഡ് ഇറ്റ് ഇമ്മെൻസ്ലി. ഈ കാര്യം ഈ ചെക്കനാണെങ്കിൽ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ലാഫിങ് ഫിൻഡിഷ്ലി, അവനത് പൊട്ടിച്ചിരിക്കുകയാണ്. ഫിൻഡിഷ്ലി എന്ന് പറഞ്ഞാൽ വിക്കിഡ്ലി, ഇവിഡ്ലി, വളരെ ക്രൂരമായിട്ട് ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്നുണ്ട് ബോയ്. ദ ടീച്ചേഴ്സ് ഫേസ് വാസ് ഫ്ലഷ്ഡ് ആൻഡ് ഹി ഗ്യാസ്ഡ് അൺകംഫർട്ടബിളി. ടീച്ചറിൻ്റെ മുഖം ആകെ തുടുത്തു, ആകെ റെഡ് കളറായി ക്ഷീണിച്ചിട്ട്. ആൻഡ് ഹി ഗ്യാസ്ഡ് അൺകംഫർട്ടബിളി. ടീച്ചർ എന്തായി, വളരെയധികം അങ്ങനെ കിതക്കാൻ തുടങ്ങി. ഗ്യാസ്ഡ് അൺകംഫർട്ടബിളി. ഹി ഫെൽറ്റ് എ ഡാർക്ക്നെസ് സ്വെല്ലിംഗ് അപ്പ് അറൗണ്ട് ഹിം. സ്വെല്ലിംഗ് അപ്പ് എന്ന് പറഞ്ഞാൽ എക്സ്പാൻഡഡ്, അതായത് ചുറ്റും ഇരുട്ട് വരക്കാൻ തുടങ്ങി ടീച്ചറിന്. ഹി സാങ് ഡൗൺ ഓൺ ദ പോർട്ടിക്കോ സ്റ്റെപ്പ്. പോർട്ടിക്കോ എന്ന് പറഞ്ഞാൽ പൂമുഖത്തിൻ്റെ അവിടുന്ന് വീട്ടിൽ കയറുന്ന ആ ഒരു സ്റ്റെപ്പിൽ തളർന്ന് അങ്ങ് ടീച്ചർ ഇരുന്നു. അറ്റ് ദിസ് മൊമെൻറ്റ്, ആ സമയത്ത്, ഫാദർ ആൻഡ് മദർ എമേർജ്ഡ് ഫ്രം ദ ഹൗസ്. ഫാദറും മദറും എന്ത് ചെയ്തു, വീട്ടിൽ നിന്ന് വന്നു. വാട്ട്സ് ദ മാറ്റർ? ദ ടീച്ചർ സ്ട്രഗിൾഡ് അപ്പ് ടു ഹിസ് ഫീറ്റ് ഓക്വേർഡ്ലി. അപ്പോൾ പാരൻസ് ചോദിക്കുകയാണ്, എന്താണ് പ്രശ്നം? അതിൽ ടീച്ചർ എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ കഴിയുന്നില്ല. അത് ടീച്ചർ സ്ട്രഗിൾഡ് അപ്പ് ടു ഹിസ് ഫീറ്റ് ഓക്വേർഡ്ലി. എണീക്കാൻ നിന്നു, ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ്, പിന്നെ എഴുന്നേൽക്കാൻ കഴിയുന്നില്ല അദ്ദേഹത്തിന്. ഹി വാസ് സ്റ്റിൽ പാൻറ്റിങ് ബാഡ്ലി ആൻഡ് കുഡ് നോട്ട് ടോക്ക്. അങ്ങനെ ഒരുവിധം അദ്ദേഹം എന്ത് ചെയ്തു, എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് കിതച്ചുകൊണ്ട്, പാൻറ്റിങ് ബാഡ്ലി ആൻഡ് കുഡ് നോട്ട് ടോക്ക്, പക്ഷെ സംസാരിക്കാൻ കഴിയുന്നില്ല. ഹി ഹാഡ് ഓൾറെഡി മെയ്ഡ് അപ്പ് ഹിസ് മൈൻഡ് ദാറ്റ് ഹി വുഡ് കൺഫെസ് ആൻഡ് ടേക്ക് ദ കോൺസിക്വൻസ് റാദർ ദാൻ സ്റ്റാൻഡ് ദ ബ്ലാക്ക്മെയിൽ ബൈ ദിസ് ബോയ്. കോൺസിക്വൻസ്, അനന്തരഫലം, റിസൾട്ട്. അതായത് കൺഫെസ് ചെയ്യാൻ, കുറ്റമേറ്റു പറയാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഈ സമയമാകുമ്പോഴത്തേക്കും ടീച്ചർ. കാരണം ഇനി ഈ ബോയിയുടെ ഭീഷണിക്ക് മുൻപിൽ നിൽക്കാതെ വരുന്ന എല്ലാ കോൺസിക്വൻസും റിസൾട്ടും എന്താണ്, സ്വീകരിക്കാം എന്ന് കരുതിയിട്ട് ഇനിയിപ്പോൾ എന്തായാലും കുഴപ്പമില്ല, ടീച്ചർ ഈ പാരൻസിനോട് കാര്യം പറയാൻ എന്തായാലും തീരുമാനിച്ച വർഷമുണ്ടായിരുന്നു ടീച്ചർ. ഇറ്റ് സീംഡ് ലെസ് ഫോർബിഡിങ് ടു ത്രോ ഹിംസെൽഫ് അറ്റ് ദ മേഴ്സി ഓഫ് ദി എൽഡേഴ്സ്. ഫോർബിഡിങ് എന്ന് പറഞ്ഞാൽ അൺഫ്രണ്ട്ലി അല്ലെങ്കിൽ ഹോസ്റ്റൈൽ എന്നുള്ള അർത്ഥമാണ് ഇവിടെ. അതായത് ഒന്നുകൂടെ നല്ലത് ഈ കുട്ടിയുടെ ബ്ലാക്ക് മെയിലിന് നിൽക്കാതെ നേരെ പാരൻസിനോടുള്ള കാര്യം തുറന്നു പറയുന്നതാണ് നല്ലതെന്ന് ഈ ടീച്ചറിന് തോന്നി. ദേ ലുക്ഡ് ഇൻക്വയറിംഗ്ലി അറ്റ് ദ ബോയ് ആൻഡ് ആസ്ക്ഡ്. അങ്ങനെ ഈ പാരൻസ് ബോയെ നോക്കിക്കൊണ്ട് ചോദിക്കുകയാണ്, വൈ ഹാവ് യു ബീൻ റണ്ണിങ് ഇൻ ദ ഗാർഡൻ അറ്റ് ദിസ് അവർ? ഈ ആ സമയത്ത് നീ ഇങ്ങനെ ഗാർഡിലൂടെ ഓടിക്കളിക്കുന്നത് എന്താണെന്ന് പാരൻസ് കുട്ടിയോട് ചോദിച്ചു. ദ ബോയ് ലുക്ഡ് മിസ്ചീവസ്ലി അറ്റ് ദ ടീച്ചർ. കുറച്ച് കുസൃതിയോടെ ടീച്ചറിനെ ഇങ്ങനെ ഈ ചെക്കൻ നോക്കി. ദ ടീച്ചർ ക്ലിയർഡ് ഹിസ് ത്രോട്ട് ആൻഡ് സെഡ്. അപ്പോൾ ടീച്ചർ എന്ത് ചെയ്തു, ഇത് കുറ്റേറ്റ് പറയാൻ പോവാണ്, അങ്ങനെ റെഡി ആയിട്ട് നിൽക്കട്ടോ. എന്നിട്ട് ഇങ്ങനെ തൊണ്ട ഒന്ന് ക്ലിയർ ചെയ്തു. അങ്ങനെ തൊണ്ട ക്ലിയർ ചെയ്തുകൊണ്ട് പറഞ്ഞു, ഐ വിൽ എക്സ്പ്ലെയിൻ, ഞാൻ പറയാം. ഹി വാസ് ട്രൈങ് ടു ഫൈൻഡ് ദ വേർഡ്സ് ഫോർ ഹിസ് സെൻറ്റൻസ്. അങ്ങനെ ഈ ഒരു കാര്യം ഞാനിവനെ തല്ലി, അതിനെ ഒരു പരിണിത ഫലമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം പറയാൻ ഇവരിങ്ങനെ റെഡിയായി, ടീച്ചർ ഇങ്ങനെ റെഡി ആവുകയാണ്.
പക്ഷെ വാക്കുകൾ കിട്ടുന്നില്ല. ദ ഫാദർ ആസ്റ്റ്, ആ സമയത്ത് അച്ഛൻ ചോദിച്ചു, ഹൗസ് ഹി പ്രിപ്പയറിംഗ് ഫോർ ദ ടെസ്റ്റ് ഇൻ അരിത്തമെറ്റിക്. അവൻ്റെ അരിത്തമെറ്റിക് ടെസ്റ്റിന് അവൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തത്, നന്നായിട്ട് പോകുന്നുണ്ടോ? ഓൺ ഹിയറിംഗ് ദ വേർഡ് ടെസ്റ്റ് ദ ബോയ്സ് ഫേസ് ഫെൽ. അപ്പോൾ ടെസ്റ്റ്, എക്സാം എന്നുള്ള ആ ഒരു പദം കേട്ടപ്പോൾ തന്നെ ബോയ് ആകെ നിരാശനായി, അവൻ്റെ മുഖം വാടിപ്പോയി. ഹി unobtrusively slunk behind his parents and by look and gestures appealed to the teacher not to betray him. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത്? ബോയ് ആകെ ഡിസപ്പോയിൻറ്റഡ് ആയി. എന്നിട്ട് അൺഒബ്ട്രൂസീവ്ലി എന്ന് പറഞ്ഞാൽ ഇൻ എ വേ ദാറ്റ് ഈസ് നോട്ട് ഈസി ടു നോട്ടീസ്, അത്ര പെട്ടെന്ന് ശ്രദ്ധിക്കാൻ കഴിയാത്ത രീതിയിലുള്ള. സ്ലങ്ക് എന്ന് പറഞ്ഞാൽ ഒളിച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ ഒളിച്ചിരിക്കുക എന്നല്ല, ശരിക്കും ഇവിടെ എന്താ പറയുക, ക്രീപ്പ് ചെയ്യുക, പിന്നെ പമ്മി നിൽക്കുക എന്നൊക്കെയാണ് സ്ലിങ്ക് എന്നുള്ള വേർഡിൻ്റെ അർത്ഥം. സ്ലിങ്കിൻ്റെ പാസ്റ്റാണ് സ്ലങ്ക്. ഓക്കെ, അപ്പോൾ ഒന്ന് പമ്മിയിരുന്നു, അതായത് പാരൻസിൻ്റെ പിന്നിൽ ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒന്ന് പമ്മി ഇരിക്കുകയാണ് ബോയ് ചെയ്യുന്നത്. കാരണം ടെസ്റ്റ് കേട്ടപ്പോൾ ഇവൻ ആകതായി, അവനൊന്ന് അതിന് പ്രിപ്പയർ ആയിട്ടില്ലല്ലോ വേണ്ട രീതിയിൽ. അതുകൊണ്ടാണ് ഹി അൺഒബ്ട്രൂസീവ്ലി സ്ലങ് ബിഹൈൻഡ് ഹിസ് പാരൻസ് ആൻഡ് ബൈ ലുക്ക് ആൻഡ് ജസ്റ്റേഴ്സ്, നോട്ടം കൊണ്ടും പിന്നെ ആംഗ്യങ്ങൾ കൊണ്ടും അപ്പീൽ ചെയ്തു, കേണപേക്ഷിച്ചു ടു ദ ടീച്ചർ നോട്ട് ടു ബിട്രേ ഹിം. ഒറ്റ കൊടുക്കല്ലേ, അതായത് പിന്നെ തന്നെ ചതിക്കല്ലേ, ഈ കാര്യമൊന്നും നടന്നൊന്നും പറയല്ലേ എന്ന് ടീച്ചറോട് ഇങ്ങോട്ട് ഇവന് അപ്പീൽ ചെയ്യാൻ തുടങ്ങി. ഹി ലുക്ക്ഡ് സോ പാത്തറ്റിക് ആൻഡ് ഡെസ്പറേറ്റ് ദാറ്റ് എ ടീച്ചർ റിപ്ലൈഡ്. അപ്പം ഈ ബോയിനെ കണ്ട ഭയങ്കര പാത്തറ്റിക്, ഭയങ്കര വിഷമം തോന്നുന്ന രീതിയിൽ ഡെസ്പറേറ്റ്, നിരാശനാണ്. അപ്പോൾ ടീച്ചർ അങ്ങ് പറഞ്ഞെന്താ, ഓൺലി പ്ലീസ് ലെറ്റ് ഹിം മഗ് അപ്പ് ദ 16th ടേബിൾ എ ലിറ്റിൽ മോർ. 16ാമത്തെ ടേബിള്, അതായത് നമ്മുടെ ഗുണനപ്പട്ടിക എന്താണ്, അവ പഠിക്കട്ടെ, അതൊന്ന് മഗപ്പ് ചെയ്താൽ മതി. അതായത് പെട്ടെന്ന് ഒരു ടെസ്റ്റിന് എക്സാമിനൊക്കെ വേണ്ടി നമ്മൾ പെട്ടെന്ന് പഠിക്കുമ്പോൾ കാര്യങ്ങൾ അറിഞ്ഞ് പഠിക്കുക എന്നുള്ളതല്ല, പെട്ടെന്നൊരു മഗപ്പ് എന്ന് പറയില്ല, അതാണ് വേർഡ് മഗപ്പ്. ഓക്കെ, പെട്ടെന്ന് ഉരുവിട്ട് പഠിക്കട്ടെ, 16ാം ടേബിൾ, ബാക്കിയെല്ലാം ഓക്കെയാണ് എന്നുള്ള രീതിയിൽ ടീച്ചർ സംസാരിച്ചു. കാരണം ഇവിടെ ടീച്ചർ ഇവനെ സേവ് ചെയ്യുകയാണ് ചെയ്തത്. ഹി ഈസ് ഓൾ റൈറ്റ്, ഓക്കെയാണ്, അവൻ ഓക്കെയാണ്. ഹി വിൽ പുൾ ത്രൂ, അവന് സർവൈവ് ചെയ്യുക, അതിജീവിക്കും. ഓക്കെ, അവന് പാസ്സാവുന്ന അർത്ഥം, ഇവിടെ പുൾ ത്രൂ, ഇവിടെ പാസ്സാവുന്ന അർത്ഥത്തിലാണ്. ദ ബോയ് ലുക്ക്ഡ് റിലീവ്ഡ്, അത് കേട്ടപ്പോൾ ബോയ്ക്ക് ആകെ ആശ്വാസമായി. ദ ടീച്ചർ സോ ഹിസ് ഗ്രേറ്റ്ഫുൾ ഫേസ്. അപ്പോൾ ടീച്ചർ അത് ശ്രദ്ധിച്ചു, ഈ ബോയുടെ മുഖത്തുള്ള ഒരു നന്ദി കണ്ടു, ഗ്രേറ്റ്ഫുൾ ഫേസ് കണ്ടു. ഫെൽറ്റ് കോൺഫിഡൻറ്റ് ദാറ്റ് ദ ബോയ് വുഡ് നോട്ട് ഗിവ് ഹിം അപ്പ് നൗ. അപ്പോൾ ടീച്ചർ മനസ്സിലായി, ഇനി ടീച്ചറിനെ അവന് പറയില്ല, തല്ലിയ കാര്യം പറയില്ല, അവൻ ഉപേക്ഷിക്കില്ല എന്ന് മനസ്സിലായി. ആൻഡ് സെഡ്, ടീച്ചർ പറഞ്ഞു, ഗുഡ് നൈറ്റ് സർ, വി ഫിനിഷ്ഡ് അവർ ലെസൺസ് ഏർലി ആൻഡ് ഐ വാസ് ജസ്റ്റ് പ്ലേയിങ് അബൌട്ട് വിത്ത് എ ചൈൽഡ്, സംതിങ് ടു കീപ്പ് അപ്പ് ഹിസ് സ്പിരിറ്റ്സ് യുനോ. അപ്പോൾ ഇന്ന് നേരത്തെ ഞങ്ങൾ ലെസൺസൊക്കെ തീർത്തു. ഓക്കെ, അപ്പോൾ ഇവൻ്റെ എക്സാം ആണല്ലോ, അപ്പോൾ അവനൊന്ന് സ്പിരിറ്റ് ഒന്ന് ഉയർത്താൻ എന്ന് വെച്ചാൽ പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് കളിച്ചതാണ്. നിങ്ങൾക്കറിയാലോ, എന്ന് വെച്ചാൽ ശരിക്കും ഈ പാരൻസ് സൈക്കോളജിൻ്റെ ആൾക്കാരായതുകൊണ്ട് ആ രീതിയിൽ ടീച്ചർ ഒരു ട്രിക്ക് പ്രയോഗിച്ചു. അപ്പോൾ അങ്ങനെ ആ ഒരു പ്രശ്നം അവിടെ സോൾവ് ചെയ്തു. അപ്പോൾ ഈ ഒരു ലെസൺ ഇവിടെ അവസാനിക്കുന്നു. സോ താങ്ക് യു ഫോർ വാച്ചിങ്.